നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ നാളെ. വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്യും. നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ബംഗ്ലാദേശ് സ്വദേശിയായ പ്രതി അറസ്റ്റിൽ. താനെയിലെ ലേബർ ക്യാമ്പിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അന്തരിച്ച ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായിരുന്ന CP പോളിന് ആദരാഞ്ജലികൾ. സംസ്കാരം തിങ്കളാഴ്ച 3-ന് ചാലക്കുടി ഫൊറോന പള്ളി സെമിത്തേരിയിൽ. ബ്രിട്ടനിൽ അഭയം തേടുന്നവരെ റുവാണ്ടയിലെ അഭയാർത്ഥിയിടങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള പദ്ധതി പ്രകാരം IT ഡാറ്റ സംവിധാനങ്ങൾക്കായി മുൻ കൺസർവേറ്റീവ് സർക്കാർ 130 മില്യൺ പൗണ്ടിലധികം അനാവശ്യമായി ചെലവഴിച്ചതായി വെളിപ്പെടുത്തൽ. ബ്രിട്ടനിൽ പ്രവൃത്തി ദിവസങ്ങളിലേതുപോലെ ഞായറാഴ്ച ട്രെയിൻ സർവീസുകളും യാത്രക്കാർക്ക് വിശ്വസനീയമായിരിക്കുമെന്ന് പുതിയ ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ. UK പൗരന്മാരുടെ മൊബൈൽ ഫോൺ നമ്പർ സാധ്യതയുള്ള ID കാർഡായി മാറുന്ന പദ്ധതിയുടൻ. ഗാസയിൽ ഇന്ന് രാവിലെ 8:30-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി മധ്യസ്ഥരായ ഖത്തർ. വെടിനിർത്തലിൽ പുതിയ ഉടക്കിട്ട് ഇസ്രയേൽ. ഇന്ന് കൈമാറുന്ന ബന്ദികളുടെ വിവരങ്ങൾ നൽകാതെ വെടിനിർത്തൽ നടപ്പാക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒമാനിൽ ട്രാഫിക് പിഴ അടച്ചില്ലെങ്കിൽ ഇനി മുതൽ ബിസിനസിനെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പുമായി തൊഴിൽ മന്ത്രാലയം. മുന്നണിയിൽ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. വാർത്തകൾ വിശദമായി. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി നാളെ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30-ഓടെ വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിയിലാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 78-കാരനായ ഡൊണാൾഡ് ട്രംപ് ഇത് 2ാം വട്ടമാണ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. അമേരിക്കയിൽ അതിശൈത്യ കാലാവസ്ഥ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് US ക്യാപിറ്റോളിയയിലെ റോട്ടൻഡ ഹാളിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. -11 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴുമെന്നതിനാലാണ് ചടങ്ങുകൾ ഹാളിനകത്ത് നടത്തുന്നത്. വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്യും. നടൻ സെയ്ഫ് അലി ഖാന് വീട്ടിൽ വച്ച് കുത്തേറ്റ സംഭവത്തിൽ ബംഗ്ലാദേശ് സ്വദേശിയായ പ്രതി അറസ്റ്റിൽ. മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് എന്നാണ് യഥാർത്ഥ പേര്. വിജയ്ദാസ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നതെന്ന് മുംബൈ പോലീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുംബൈയിലെ പബ്ബിൽ ജോലിക്കാരനായിരുന്നു പ്രതി. താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിലെ മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തെ ലേബർ ക്യാമ്പിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ CP പോൾ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ചാലക്കുടിയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3-ന് ചാലക്കുടി ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. കുന്തംകുളം സ്വദേശിയായിരുന്ന ചുങ്കത്ത് പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചാലക്കുടിയിൽ സ്ഥിരതാമസം ആരംഭിക്കുകയും ചാലക്കുടിയിൽ ഹാർഡ്വെയർ വ്യാപാരം ആരംഭിക്കുകയുമായിരുന്നു. പിന്നീട് അദ്ദേഹം സ്വർണ്ണ വ്യാപാര രംഗത്തേക്ക് കടക്കുകയായിരുന്നു. ബ്രിട്ടനിൽ അഭയം തേടുന്നവരെ റുവാണ്ടയിലെ അഭയാർത്ഥിയിടങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള പദ്ധതി പ്രകാരം IT ഡാറ്റ സംവിധാനങ്ങൾക്കായി മുൻ കൺസർവേറ്റീവ് സർക്കാർ 130 മില്യൺ പൗണ്ടിലധികം അനാവശ്യമായി ചെലവഴിച്ചതായി വെളിപ്പെടുത്തൽ. എന്നാൽ ആ തുക റുവാണ്ട സർക്കാർ പദ്ധതിക്കായി വിനിയോഗിക്കാനിടയില്ലെന്ന് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്തു. റുവാണ്ടയിൽ നിർബന്ധിത നീക്കം ചെയ്യൽ പരിപാടി പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ആവശ്യമായ ഡിജിറ്റൽ ടൂളുകൾക്കായി കൺസർവേറ്റീവ് സർക്കാർ 2 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചത് 715 മില്യൺ പൗണ്ടാണ്. പൊതുതെരഞ്ഞെടുപ്പിൽ വിജയത്തിന് തൊട്ടു പിന്നാലെ ഈ നയം പിൻവലിക്കുകയാണെന്ന് ലേബർ പ്രഖ്യാപിച്ചു എങ്കിലും ഇത്രയും പൗണ്ട് ചെലവാക്കിയെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. റെയിൽവേയെ പുനർദേശീയവൽക്കരിക്കുന്നതിനുള്ള പദ്ധതിയിൽ പ്രവൃത്തി ദിവസങ്ങളിലേതുപോലെ ഞായറാഴ്ച ട്രെയിൻ സർവീസുകളും യാത്രക്കാർക്ക് വിശ്വസനീയമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ് ബ്രിട്ടന്റെ പുതിയ ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ. നവംബറിൽ രാജിവെച്ച ലൂയിസ് ഹെയ്ഗിൽ നിന്ന് ചുമതലയേറ്റതിനു ശേഷമുള്ള റെയിലിനെക്കുറിച്ചുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ ഹെയ്ഡി വരാനിരുന്ന ദൗത്യം വിശദീകരിക്കും. ഈ വർഷം അവസാനം അവതരിപ്പിക്കുന്ന നിയമനിർമ്മാണത്തിലൂടെ യാഥാർത്ഥ്യമാകുന്ന ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേസ് എന്ന പുതിയ പൊതുസ്ഥാപനം വലിപ്പത്തിലും പ്രാധാന്യത്തിലും NHSന് പിന്നിൽ 2ാമതായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുരുദേവ ദർശനം കാംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷണത്തിന്റെ ഭാഗമാകുന്നു. കാംബ്രിഡ്ജ് സർവകലാശാലയിലെ ദക്ഷിണ ഏഷ്യൻ റിസർച്ച് ആൻഡ് സ്റ്റഡീസ് ഗവേഷണ വിഭാഗത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനനും പ്രൊഫസർ പ്രകാശ് ദിവാകരനും ചേർന്ന് രചിച്ച ഹാർമണി അൺവീൽഡ് ശ്രീനാരായണ ഗുരുസ് ബ്ലൂ പ്രിന്റ് ഫോർ വേൾഡ് പീസ് ആൻഡ് പ്രോഗ്രസ് എന്ന ഇംഗ്ലീഷ് പുസ്തകം ഉൾപ്പെടെ 15ഓളം പുസ്തകങ്ങൾ ഗവേഷണത്തിന് കൈമാറി. ശിവഗിരി ആശ്രമം UKയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഗ്രന്ഥങ്ങൾ ശ്രീനാരായണ ഗുരു സംഘം ട്രസ്റ്റ് അംഗം ശ്രീമദ് വീരേശ്വരാനന്ദ സ്വാമികൾ കാംബ്രിഡ്ജ് സർവകലാശാലയുടെ ഗവേഷണ വിഭാഗം മേധാവി ലൂയിസ് പിട്ടന് കൈമാറി. ലേബർ സർക്കാരിന്റെ ഒരു ഗവൺമെന്റ് ആപ്പിൽ എല്ലാ തിരിച്ചറിയൽ രേഖകളും ലഭ്യമാക്കുക എന്ന പുതിയ പദ്ധതിയുടെ ഭാഗമായി UK പൗരന്മാരുടെ മൊബൈൽ ഫോൺ നമ്പർ സാധ്യതയുള്ള ID കാർഡായി മാറും.
അടുത്തയാഴ്ച ഇതിന്റെ പ്രാരംഭ ജോലികൾ ആരംഭിക്കും. വോട്ടിംഗ്, ആഭ്യന്തര വിമാനയാത്ര എന്നിവ മുതൽ മദ്യം വാങ്ങുന്നതിനു വരെ ഇതോടെ മൊബൈൽ ഫോണുകൾ ID കാർഡുകളായി പരിഗണിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. എന്നിരുന്നാലും ഡ്രൈവർമാർക്ക് പഴയതുപോലെ ഫോട്ടോ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതായിരിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ ലൈസൻസ് വേണോ വേണ്ടയോ എന്ന് പൗരന്മാർക്ക് തീരുമാനിക്കാനാകും. ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റ ശേഷം ചൈനയിൽ സന്ദർശനം നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ട്രംപ്. ചൈനയുടെ ഇറക്കുമതിക്ക് തീരുവ ചുമത്തുന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്നാണ് അമേരിക്ക-ചൈന ബന്ധം ശിഥിലമായത്. ഈ ബന്ധത്തെ പഴയ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് സംസാരിക്കുകയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കാൻ വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങിനെ നിയോഗിച്ചു. ഇതാദ്യമായാണ് ഒരു മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥൻ US പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. ഗാസയിൽ 15 മാസം പിന്നിട്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് പ്രാദേശിക സമയം ഇന്ന് രാവിലെ 8:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചു. അതേസമയം ഗാസ വെടിനിർത്തലിൽ പുതിയ ഉടക്കിട്ട് ഇസ്രയേൽ. ഇന്ന് കൈമാറുന്ന ബന്ധുക്കളുടെ വിവരങ്ങൾ നൽകാതെ വെടിനിർത്തൽ നടപ്പാക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാടെടുത്തതോടെ നിർത്തലാക്കലിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സാങ്കേതിക കാരണങ്ങളാലാണ് പട്ടിക കൈമാറാൻ വൈകുന്നതെന്നാണ് ഹമാസിന്റെ മറുപടി. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുമെന്നും അവർ വ്യക്തമാക്കി. ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ഒളിയിടങ്ങളിലെ പോരാളികളുമായി കൃത്യമായ ആശയവിനിമയം സാധ്യമാക്കാത്തതാണ് പട്ടിക കൈമാറാൻ തടസ്സമെന്നാണ് കരുതുന്നത്. സമാധാനത്തിലേക്ക് വഴി തുറന്നെങ്കിലും ഇന്നലെയും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നു. 23 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. ഇന്നു മുതൽ US ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ചൈനീസ് ഷോർട്ട് വീഡിയോ ആപ്പായ ടിക്ടോക്ക് നീക്കം ചെയ്യപ്പെടും. 19-നകം ബൈറ്റാൻസ് കമ്പനിയുടെ US-ലെ മുഴുവൻ ആസ്തിയും വിറ്റൊഴിയണമെന്ന ജോ ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയ നിയമം പാലിക്കാത്തതിനാലാണ് പ്രവർത്തനം നിർത്തുന്നത്. ഒമാനിൽ ട്രാഫിക് പിഴ അടച്ചില്ലെങ്കിൽ ഇനി മുതൽ ബിസിനസിനെ ബാധിക്കും. ഗതാഗത നിയമത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ നിയമലംഘനങ്ങളും റോയൽ ഒമാൻ പോലീസിന്റെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും സംവിധാനങ്ങളുമായി ലിങ്ക് ചെയ്യും. 2016-ലെ 10-ാം നമ്പർ രാജകീയ ഉത്തരവിന് കീഴിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയ കമ്പനികളും വ്യക്തികളും ഉൾപ്പെടെയുള്ളവർ ലംഘന കേസുകൾ പുനഃപരിശോധിക്കണമെന്നും എത്രയും വേഗം പിഴ അടയ്ക്കണമെന്നും തൊഴിൽ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ നിർദ്ദേശിച്ചു. വ്യവസ്ഥകൾ ലംഘിക്കുന്നവരുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജമ്മു കാശ്മീരിൽ അജ്ഞാത രോഗം ബാധിച്ച് 15 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്താൻ സമിതിയെ നിയോഗിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് സമിതിയെ നയിക്കുക. സംഭവത്തിൽ ജലം, കൃഷി, കെമിക്കൽസ്, ഭക്ഷ്യസുരക്ഷാ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ടാകും. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ബാദൽ ഗ്രാമത്തിലാണ് 6 ആഴ്ചക്കിടയിൽ 15 പേർ മരിച്ചത്. കടുത്ത പനി, തലചുറ്റൽ, ബോധക്ഷയം എന്നിവയാണ് രോഗലക്ഷണങ്ങളായി രോഗികൾ പറയുന്നത്. പ്രായപരിധി മാനദണ്ഡത്തിൽ CPM പാർട്ടി കോൺഗ്രസിൽ ഇളവുണ്ടായേക്കില്ല. 75 വയസ്സ് തികഞ്ഞവർ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിയണമെന്ന ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസാണ് അംഗീകരിച്ചത്. നിലവിലെ PB കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട്, മുതിർന്ന PB അംഗങ്ങളായ പിണറായി വിജയൻ, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ, സുഭാഷിണി അലി തുടങ്ങിയവരുൾപ്പെടെ മാറേണ്ടിവരും. കേരള മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ പിണറായി വിജയന് കഴിഞ്ഞ തവണ അനുവദിച്ചതുപോലെ ഇളവ് ഇത്തവണയും നൽകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹമാകും ഇക്കാര്യത്തിൽ അന്തിമ നിലപാടെടുക്കുക. സ്ത്രീകളുടെ വസ്ത്രാഭിരുചിയുമായി ബന്ധപ്പെട്ട ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പരാമർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി RJD നേതാവ് തേജസ്വി യാദവ്. താൻ ഭരണത്തിലെത്തിയ 2 പതിറ്റാണ്ടിനിടെ ബീഹാറിലെ സ്ത്രീകളുടെ വസ്ത്രാഭിരുചിയിൽ വലിയ മുന്നേറ്റമുണ്ടായി എന്ന നിതീഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് തേജസ്വി യാദവ് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി ഫാഷൻ ഡിസൈനർ അല്ലെന്നും ഇത്തരം പ്രതികരണങ്ങൾ നിതീഷിന്റെ വികൃത മനസ്സിനെ സൂചിപ്പിക്കുന്നതെന്നുമാണ് തേജസ്വി യാദവിന്റെ വിമർശനം. മുന്നണിയിൽ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. UDFുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ടെന്നാണ് കത്തിലെ ഉള്ളടക്കം. UDFിൽ ഘടകകക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. LDFുമായി വിട പറയേണ്ടി വന്ന സാഹചര്യം, MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, താൻ ഉയർത്തുന്ന രാഷ്ട്രീയം, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനിടയായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ച ദീർഘമായ കത്താണ് അൻവർ നേതൃത്വത്തിന് കൈമാറിയത്. കൂത്താട്ടുകുളം നഗരസഭയിലെ നാടകീയ സംഭവങ്ങളിൽ കൂടുതൽ ആരോപണങ്ങളുമായി CPM കൗൺസിലർ കല രാജു. തന്നെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതാണെന്നും ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും തരാതെ വസ്ത്രം പിടിച്ചു വലിക്കുകയും ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റുകയായിരുന്നുവെന്നും
കലാരാജു വെളിപ്പെടുത്തി. LDF ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കലാരാജു UDFന് അനുകൂലമായി നിലപാടെടുത്തതോടെ ചെയർപേഴ്സന്റെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി എന്നാണ് ആരോപണം. കൊച്ചി കുസാറ്റ് സർവകലാശാല ദുരന്തത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ഉൾപ്പെടെയുള്ള 3 പ്രതികളാണുള്ളത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് മറ്റ് പ്രതികൾ. മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പാലക്കാട് പുതുതായി മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷം എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുന്നവരാണ്. മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയത് എല്ലാ ചട്ടവും അനുസരിച്ച് തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ പുതുതായി അനുമതി നൽകിയ ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന മദ്യക്കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളവും നൽകും. കമ്പനിക്ക് ആവശ്യമായ മുഴുവൻ ജലവും നൽകാമെന്ന് ജല അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്ന് പദ്ധതിക്കുള്ള ശുപാർശയിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഇതടക്കം ഉൾപ്പെടുന്നതാണ് സർക്കാർ ഉത്തരവ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 105.43 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.58 രൂപ, ഒരു യൂറോ 89.21 രൂപ, ഒരു പൗണ്ട് 1.22 US ഡോളർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സമനിലയിൽ കുരുക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ ഐബാൻബ ഡോക്ടറിൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ബ്ലാസ്റ്റേഴ്സ് സംഘം 10 പേരായി ചുരുങ്ങിയിരുന്നു. എങ്കിലും രണ്ടാം പകുതിയിൽ ശക്തമായി പൊരുതിയ നോർത്ത് ഈസ്റ്റിനെതിരെ സമനില പിടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.